ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ ടാക്സബിൾ ഇൻകത്തിൻ്റെ ഫസ്റ്റ് 2,50,000 നില്ല്, അതിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2,50,000 5% കണ്ടുപിടിച്ച് ചെയ്തു. നെക്സ്റ്റ് 5,20,000 ബാലൻസ് ഓഫ് ഇൻകം 30%. ഇതാണ് റേറ്റ്. ഇത് ഓർഡിനറി പേഴ്സൺ, ദാറ്റ് മീൻസ് എ പേഴ്സൺ ലെസ് ദാൻ 60 years of old, 60 വയസ്സിൽ താഴെയുള്ള വ്യക്തികളുടെ ഇൻകം കണക്കാക്കുന്നതാണ് ഇത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ കിട്ടിയതിൻ്റെ കൂടെ ഇതിൻ്റെ 4% എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് 4% കണക്കുക. CESS 4% കണക്കുക. ടോട്ടൽ ടാക്സ് പേയബിൾ, കൊടുക്കേണ്ട ടാക്സ്, സർക്കാരിന് അടയ്ക്കേണ്ട നികുതി. ഇത് റൗണ്ട് ഓഫ് ചെയ്യാം. 10,742 ആണെങ്കിൽ 2 ഉപേക്ഷിക്കുക, 40 എഴുതുക, 0ന്റെ കൂടുതലായിട്ട് എഴുതുക. അതിനാണ് റൗണ്ട് ഓഫ്. ഇനി ഇത് എ പേഴ്സൺ ഓഫ് മോർ ദാൻ 60 years ബട്ട് ലെസ് ദാൻ 80 years, ഇവരെയാണ് സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കുക. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഈ ഫസ്റ്റ് 2,50,000 മാറിയിട്ട് അവിടെ 3 lakh, ബാക്കിയുള്ളവരൊന്നും മാറ്റമില്ല. അപ്പോൾ ഫസ്റ്റ് 3 lakh നില്ല്, നെക്സ്റ്റ് 2 lakh 5%, നെക്സ്റ്റ് 5 lakh 20%, ബാലൻസ് 30%. ബാക്കിയുള്ളവർക്ക് അങ്ങനെ. ഇനി സൂപ്പർ സീനിയർ പേഴ്സൺ, അതായത് 80 വയസ്സിൽ കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് 5 lakh നില്ല. ഇതാണ് ഓർത്തിരിക്കേണ്ട 3 റേറ്റ്. ഇത് ചോദ്യത്തിൽ റേറ്റ് പ്രത്യേകം പറയില്ല. മിസ്റ്റർ എ ഈസ് എ പേഴ്സൺ ഓഫ് 65 years old എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഫസ്റ്റ് 3 lakh നില്ല. ഇനി 90 വയസ്സായ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 lakh നില്ല, അതായത് വ്യക്തിയുടെ ഏജ് ചേർന്നപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് 5 lakh നില്ല, നെക്സ്റ്റ് 2,50,000, നെക്സ്റ്റ് 5,20,000, ബാലൻസ് 30,000. അപ്പോൾ ഈ റേറ്റ് രണ്ടില്ല. അതിന് പകരം ഫസ്റ്റ് 5 lakh. ഇതാണ് ടാക്സ് ലയബിലിറ്റി കാണുന്നത്. ടാക്സ് ലയബിലിറ്റി കാണാൻ ലക്ഷ്യമാർക്കിൻ്റെ ചോദ്യം തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. ഒരു 90% സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിന്, ബിസിനസ്, ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് എല്ലാം കൂടി കൂട്ടി കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൽ